for apple, B for ball, C for cat, D for dog. ഇതിപ്പോൾ എന്തിനാ പറഞ്ഞു വെച്ചാലേ എൻ്റെ കുമ്മച്ചൻ LKG പഠിക്കാമെന്ന് നിങ്ങൾക്കറിയാലോ. അറിയില്ലാത്തവരടുത്ത് ഇപ്പോൾ പറയാൻ കേട്ടോ. എൻ്റെ കുമ്മച്ചൻ LKG പഠിക്കുകയാണ്. അപ്പോൾ അവന് ABCDEF, അപ്പോൾ D വരെയുള്ള A ലെറ്റർ, B ലെറ്റർ, അതിൻ്റെ ഏതെങ്കിലും ഓരോ പിക്ചർ പിന്നെ ഒരു ഡിസ്ക്രിപ്ഷനും. അത് A for apple, apple is red, പിന്നെന്താ ആപ്പിൾ ഈസ് സ്വീറ്റ്, ആപ്പിൾ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് എന്നൊക്കെ പറയണം. പക്ഷെ എൻ്റെ കുമ്മച്ചനൊന്നും പറയാനറിയില്ല. A for ആപ്പിൾ ഇത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അവനത് സ്കൂളിൽ പോയിട്ട് A for ആപ്പിൾ, B for അതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ വരയ്ക്കണ്ടേന്ന് നോക്കിയിട്ട് ഞാൻ A for ആപ്പിൾ സെലക്ട് ചെയ്തു, B for ബലൂൺ സെലക്ട് ചെയ്തു. അതിനിടയ്ക്ക് കുമ്മച്ചൻ അവന് വരയ്ക്കാൻ കൊടുക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന് കരച്ചില്ല. ഇത് അവനെ വരയ്ക്കാൻ കൊടുത്താൽ ശരിയാവോ? പക്ഷെ അവനോടത് എത്ര പറഞ്ഞിട്ട് മോനെ മാറിപ്പോ, മമ്മി മോനെ വരയ്ക്കണേ, മോന് കുളി കൊണ്ടുപോണ്ടേ, പ്ലക്കാർഡ് പോലെ ആക്കി കൊണ്ടുപോണ്ടേ, ഇതൊക്കെ പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കല്ലേ. അവന് വരയ്ക്കാൻ കൊടുക്ക്. അവസാനം ഞാൻ അവനൊരു ക്രയോണും ഒരു ഇതുപോലെ തന്നെ ഒരു പേപ്പറും കൊടുത്ത് വിട്ടു. അപ്പോൾ അവന് ആപ്പിളിൻ്റെ ഷേപ്പ് വേണം. അപ്പോൾ ഞാനൊരു ആപ്പിളിൻ്റെ ഷേപ്പിൽ കൊടുത്ത് വിട്ടു. ഇതൊന്നും അവന് പോരാ. അവന് ഞാൻ വരയ്ക്കണ പേപ്പർ തന്നെ കിട്ടണം, ആ ക്രയോൺ തന്നെ കിട്ടണം. ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നത്, ഇത് 4 വരയ്ക്കണം, ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഇവനിടയ്ക്ക് പെപ്പരേന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ A for ആപ്പിൾ ഞാനിങ്ങനെ ഫോണിലാണ് ആപ്പിളിൻ്റെ ഈസി ഡ്രോയിങ് എടുത്തിട്ട് ആപ്പിളിൻ്റെ ഷേപ്പൊക്കെ ഫോണിൻ്റെ യൂട്യൂബിൽ നോക്കിയാനായിട്ട് വരയ്ക്കണം. അല്ലാണ്ട് എനിക്ക് അത്രയും വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. അടുത്ത് നമുക്ക് B for ബലൂണാണ് കേട്ടോ. B for ബാറ്റ്, ബോള്, ബാഗൊക്കെയാണ്. പക്ഷെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ബലൂണാണ്. അപ്പോഴും നമ്മുടെ ആശാൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവർ ചേട്ടന്മാർ എന്ത് കൊടുക്കാമെന്ന് കേട്ടോ, അവനത് പറ്റില്ല, ഞാൻ ചെയ്യണത് തന്നെ വേണം. ഇനി അടുത്ത് B for ബലൂൺ ഈസ്, അപ്പോൾ ബലൂണെ പറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതണം. അപ്പോൾ ബലൂൺ ഫ്ലൈ ഹൈ എന്നൊക്കെ പറഞ്ഞൊക്കെ കുറച്ച് എഴുതി, 2 വാക്ക് എഴുതി. ഇനി അടുത്ത് C for ക്യാറ്റ്, C for ക്യാപ്പ്, C for ക്യാരറ്റ്. അപ്പോൾ എനിക്ക് C for ക്യാരറ്റ്, കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാരറ്റാണ് ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. ഏതെങ്കിലും മതി പിക്ചർ. അപ്പോൾ ഞാൻ C for ക്യാരറ്റ് ഇതുപോലെ തന്നെ ഈസി ഡ്രോയിങ് നോക്കിയിട്ട് എളുപ്പമായിട്ട് വരയ്ക്കാൻ എനിക്ക് കിട്ടിയിട്ടാ യൂട്യൂബിൽ നിന്ന് ഈസി ഡ്രോയിങ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് വരച്ചു. അത് കഴിഞ്ഞിട്ട് D for എന്താ പറയുക ഡോള്, പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, ഡക്ക്. പക്ഷെ അതൊക്കെ അതിനെല്ലാം എളുപ്പം എനിക്ക് ഡോഗാണ്. അത് ഞാൻ യൂട്യൂബിലുണ്ട് നോക്കി വരച്ചേട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ പ്ലക്കാർഡ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ചേട്ടനും ഐസലൊക്കെ പാടെ കൂടിയാണ്. അത് ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് അവരെന്തോ സൂത്രപ്പണിയൊക്കെ ചെയ്തു തരാനായിട്ട്. ഇത് ഞാൻ വരച്ചത് ഒരു A4 സൈസ് ഉണ്ടായിരുന്നേ, ഒരു ചാർട്ടിന് 4 ആക്കിയിരുന്നു. അപ്പോൾ ഇത്തിരി സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഷീറ്റൊക്കെ അതിൻ്റെ ബാക്കിൽ ചൊട്ടിച്ച് കഴിഞ്ഞാൽ അവന് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പീസ് വെച്ച് അതുമ്പോൾ ഒട്ടിച്ച്. അവരെന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല, ആക്ച്വലി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചതിട്ടാ. അപ്പോൾ ഞാൻ നോക്കി, പിന്നെ അത് പപ്പയ്ക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അവനെ കൊണ്ട് പറയിപ്പിച്ചു. A for ആപ്പിൾ, ആപ്പിൾ ഈസ് റെഡ്, ഇറ്റ് ഈസ് സ്വീറ്റ് എന്നൊക്കെ പറയുമോ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു for ആപ്പിൾ എന്ന് മാത്രമേ അറിയുള്ളൂ, ചീച്ച്. അപ്പോൾ പപ്പ പറഞ്ഞു നീ അതിനെ A for ആപ്പിൾ എന്ന് മാത്രം പഠിപ്പിക്കുക, ബാക്കിയുള്ളത് പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആള് A for പിക്ചർ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പിക്ചർ ഇങ്ങനെ പിടിച്ച് നോക്കുക, എന്നിട്ട് A for ആപ്പിൾ എന്നെങ്കിലും പറഞ്ഞോളൂട്ടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനാന്ന് പറഞ്ഞു. B for അപ്പോൾ നോക്കിയപ്പോൾ ബലൂൺ. ബാക്കി ഡിസ്ക്രൈബ് ചെയ്യാൻ LKG ലൈൻ അറിയില്ല. ഇപ്പം തന്നെ എന്താ പറയുക, നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ മറ്റേ പോയില്ലേ, ഏതാ ഹംറ്റി സാറ്റോണബോൾ, അതുണ്ടല്ലോ, അതാളെങ്ങനെ പറയണേന്നറിയോ, തമ്പി എന്നാ പറയണേ. ആ ആളോട് ഞാൻ ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? പിന്നെ പിഞ്ചെന്നെ ബിഷാൻറ്റി എന്നാ പറയണേ. ബിഷാൻറ്റി അടുത്തുള്ളവർ വിളിക്കുന്നുണ്ടിട്ട് മൈ മദർ ഈച്ച് ബിച്ചാൻറ്റി എന്നാ പറയണേ. ഫാദർ പിച്ചാൻ്റണി, ഒക്കെ പിച്ചകളാണ്. പിച്ചാൻ്റണി, പിഞ്ച്, പിച്ചാൻ്റണി, പിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് അയച്ചു ഇന്നലെ. എന്തായെന്നറിയില്ല, പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും A for ആപ്പിൾ, B for ബലൂൺ, C for ക്യാരറ്റ്, D for ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ ആക്ടിവിറ്റികൾ കുറേ എടുക്കുകയാണ് മക്കൾക്ക് വേണ്ടി. മൂത്തവന്മാർ പിന്നെ ഇനിയിപ്പോൾ തന്നെ ചെയ്തോളും. ഇനി ഇയാളും കൂടി ഒരു നിലയ്ക്ക് ആക്കണം, അതുവരെ എനിക്ക് ഉറക്കമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ്. ബൈ, സീ യു.